Accounting for partnership, basic concepts, guarantee of profit to a partner. ഒരു പാർട്ട്ണർക്ക് പ്രോഫിറ്റ് ഗ്യാരണ്ടി കൊടുക്കുന്നതിനെ കുറിച്ചാണ് ഈ ടോപ്പിക്കിൽ പഠിക്കാൻ പോകുന്നത്. അതായത് ആർക്കാണ് പ്രോഫിറ്റ് ഗ്യാരണ്ടി കൊടുക്കുന്നത്, ഏത് സിറ്റുവേഷനിലാണ് ഈ ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് കൊടുക്കേണ്ടി വരുന്നത്, ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഇത്രയും കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഇവിടെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കൂടുതൽ വിശദമായി പ്രോബ്ലത്തിലൂടെ നമുക്ക് പഠിക്കാം. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. 2 പാർട്ട്നേഴ്സ് കൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സാണ് എ ആൻഡ് ബി. 5 വർഷമായിട്ട് ആണ് അവർ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 5 വർഷം കഴിഞ്ഞപ്പോൾ അവർക്കൊരു ആലോചന വരികയാണ്. അതായത് അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാമെന്ന്. എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ആ തുടങ്ങിയ സ്ഥലത്ത് തന്നെ ഒന്നുകൂടി ലാർജ് സ്കെയിലിൽ തുടങ്ങുന്നതായിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു സ്ഥലത്ത് ബ്രാഞ്ച് തുടങ്ങുന്നതായിരിക്കാം, അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സിൻ്റെ തന്നെ വേറൊരു ടൈപ്പ് ബിസിനസ് തുടങ്ങലായിരിക്കാം. ഏത് വേണമെങ്കിലാവാം. നമുക്കറിയാം, പുതിയൊരു ബിസിനസ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും അത്യാവശ്യം വേണ്ട ഫാക്ടർ ഏതാണ്? അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അവർക്ക് അനുയോജ്യമായിട്ടുള്ള സ്യൂട്ടബിളായിട്ടുള്ള സോഴ്സസ് ഏതൊക്കെയാണെന്നുള്ളത് കണ്ടെത്തണം. അപ്പോൾ അവരുടെ മുമ്പിലുള്ള സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കാം? ഒന്നുകിൽ അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ബിസിനസ്സിലേക്ക് എടുക്കലായിരിക്കാം, അല്ലെങ്കിൽ ആ ബിസിനസ്സിൻ്റെ റീറ്റെയിൻ പ്രോഫിറ്റ്, അതായത് ഓരോ വർഷം ലാഭത്തിൽ നിന്ന് മാറ്റിവെച്ച് പ്രോഫിറ്റിന് റീറ്റെയിൻ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ആ റീറ്റെയിൻ പ്രോഫിറ്റ് ഉപയോഗിക്കലായിരിക്കാം, അല്ലെങ്കിൽ ബാങ്കിൽ നിന്നോ മറ്റേതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ ലോൺ എടുക്കലായിരിക്കാം. പക്ഷേ ഇതിൽ ഏതെടുത്താലും അതിൻ്റേതായ ഗുണം ദോഷമൊക്കെ ഉണ്ട്. അതായത് ഇതിലേറ്റവും റിസ്കി എന്ന് പറയുന്നത് ഏതാണ്? ബാങ്കിൽ നിന്നും ലോൺ എടുക്കുന്നതാണ്. കാരണം ബിസിനസ് എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം അവർക്ക് നഷ്ടം വരാണെങ്കിലും ലാഭമായാലും നഷ്ടമായാലും ബാങ്കിന് ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കണം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ലോൺ എടുക്കുന്നതിനോട് തീരെ യോജിപ്പില്ല. അതുപോലെ തന്നെ റീറ്റെയിൻ പ്രോഫിറ്റ്സിൽ റിസ്ക് ഇല്ലെങ്കിലും അത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റേതായ ചില ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം റീറ്റെയിൻ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എമർജൻസി വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി മാറ്റിവെക്കുന്ന എമൗണ്ടുകളാണ്. അപ്പോൾ ആ പ്രോഫിറ്റ് ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ്സ് വരുമ്പോൾ അവരുടെ കയ്യിൽ ലിക്വിഡ് ക്യാഷ് ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് റീറ്റെയിൻ പ്രോഫിറ്റ് ഉപയോഗിച്ച് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ താല്പര്യമില്ല. പിന്നെ അവരുടെ മുമ്പിലുള്ള സോഴ്സ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. പ്രൈവറ്റ് പ്രോപ്പർട്ടി കോൺട്രിബ്യൂട്ട് ചെയ്താൽ അവരെ സംബന്ധിച്ചിടത്തോളം വരുന്ന റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ ബിസിനസ് തുടങ്ങുമ്പോഴുള്ള റിസ്ക് അവർ 2 പേരും മാത്രമായി ഷെയർ ചെയ്യേണ്ടി വരും. മൂന്നാമതൊരാൾക്ക് ആ റിസ്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുമ്പോഴുള്ള ആ റിസ്ക് അവർ 2 പേരും മാത്രമായിട്ട് സഫർ ചെയ്യാനായിട്ടും അവർക്ക് ഒരു ധൈര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഈ 3 സിറ്റുവേഷനും അല്ല 3 മെത്തേഡ് 3 തരത്തിലുള്ള സോഴ്സ് ഓഫ് ക്യാപിറ്റലിനെ കുറിച്ച് പറഞ്ഞു. ഈ 3 സോഴ്സ് ഓഫ് ക്യാപിറ്റലും അവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക? അങ്ങനെ അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് വരുമ്പോൾ അവർക്ക് മുമ്പിലുള്ള മറ്റൊരു മാർഗം എന്ന് പറയുന്നത് പുതിയൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പുതിയൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പലതരത്തിലുള്ള ബെനിഫിറ്റ്സുകളുണ്ട്. ഒന്ന്, പുതിയ പാർട്ട്ണർ വരുമ്പോൾ ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കും. അതുപോലെ തന്നെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ റിസ്ക് വരാണെങ്കിൽ അത് ഷെയർ ചെയ്യാൻ മൂന്നാമതൊരാളും കൂടി അവരുടെ ഇടയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 പേര് തമ്മിൽ മാത്രമായിട്ട് റിസ്ക് ഷെയർ ചെയ്തിരുന്നിടത്ത് 3 പേരും കൂടി റിസ്ക് ഷെയർ ചെയ്യേണ്ടി വരുമ്പോൾ ഓരോരുത്തർക്കും സഫർ ചെയ്യേണ്ടി വരുന്ന എമൗണ്ട് ഓഫ് റിസ്ക് ഇവിടെ കുറയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവരുടെ മുമ്പിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും പാർട്ട്നേഴ്സ് ഈ ഒരു ബിസിനസ്സിൻ്റെ പാർട്ട്ണറാവാൻ
മുന്നോട്ട് വരുമോ ഇല്ല എന്നുള്ളതാണ്. കാരണം ബിസിനസ് എന്ന് പറഞ്ഞാൽ വളരെ റിസ്ക് ഉള്ളതാണ്. ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് അവർക്ക് പ്രോഫിറ്റ് കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് പുതിയ പാർട്ട്നേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഓൾഡ് പാർട്ട്നേഴ്സ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഐഡിയ ആണ് ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് ടു എ പാർട്ട്ണർ എന്ന് പറയുന്നത്. അതായത് പുതിയ പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സ് അവർക്ക് ഗ്യാരണ്ടി കൊടുക്കുകയാണ്. അതായത് ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ ലാഭമായാലും നഷ്ടമായാലും ഒരു മിനിമം എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് അവർക്ക് പുതിയ പാർട്ട്ണർക്ക് കൊടുക്കാമെന്ന് എഗ്രി ചെയ്യാണ്. അപ്പോൾ ബിസിനസ് അപ്പോൾ ആ ഒരു മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് എത്ര വേണമെങ്കിലും ആവാം. 10,000, 50,000, 1 lakh, 2 lakh അങ്ങനെ എത്ര വേണമെങ്കിലും ആവാം. അപ്പോൾ ന്യൂ പാർട്ട്ണറെ സംബന്ധിച്ചിടത്തോളം ഉള്ള ലാഭം എന്താണ്? ബിസിനസ് തുടങ്ങി നഷ്ടത്തിലായാലും അവർക്ക് പറഞ്ഞിരിക്കുന്ന ആ മിനിമം എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് കിട്ടിയിരിക്കും. ഇനി ഹൈ പ്രോഫിറ്റ് ആണെങ്കിലോ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഓരോരുത്തർ ഡിവൈഡ് ചെയ്യുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതനുസരിച്ച് അവരുടെ ആക്ച്വൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് കിട്ടിയിരിക്കും. അതായത് പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഓൾഡ് പാർട്ട്നേഴ്സ് ഗ്യാരണ്ടി കൊടുക്കുന്ന മിനിമം എമൗണ്ട് ഓഫ് പ്രോഫിറ്റിനെയാണ് ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് ടു എ പാർട്ട്ണർ എന്ന് പറയുന്നത്. അത് ആര് എങ്ങനെ കൊടുക്കും എന്നുള്ളതൊക്കെ പ്രോബ്ലത്തിലൂടെ മനസ്സിലാക്കാം. ഇതിൻ്റെ തിയറി ഞാൻ നിങ്ങൾക്ക് PDF ആയിട്ട് അയക്കുന്നുണ്ട്. അതിപ്പോൾ ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണില്ല, കാരണം അത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മുഴുവനായിട്ട് മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 24 NCERT ഇല്ലുസ്ട്രേഷൻ 9 പേജ് നമ്പർ 89. നമുക്കിവിടെ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. മോഹിത് ആൻഡ് റോഹൻ ഷെയർ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 2:1. അതായത് 2 പാർട്ട്നേഴ്സാണ് ഇവിടെ വരുന്നത്, മോഹിത് ആൻഡ് റോഹൻ. ദേ അഡ്മിറ്റ് രാഹുൽ ആസ് എ പാർട്ട്ണർ വിത്ത് 1/4 ഷെയർ ഇൻ പ്രോഫിറ്റ്സ് വിത്ത് എ ഗ്യാരണ്ടി ദാറ്റ് ഹിസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഷാൾ ബി അറ്റ്ലീസ്റ്റ് ₹50,000. കുറച്ച് നാളുകൾക്ക് ശേഷം അവർ ഒരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യാണ്, പുതിയൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്കിവിടെ മോഹിത്തിനെയും റോഹനെയും എന്ത് വിളിക്കാം? ഓൾഡ് പാർട്ട്നേഴ്സ് എന്ന് വിളിക്കാം. രാഹുലിനെയോ ന്യൂ പാർട്ട്ണർ എന്ന് വിളിക്കാം. നമുക്കറിയാം പുതിയ പാർട്ട്ണർഷിപ്പ് തുടങ്ങുന്ന സമയത്ത് അവർ പഴയ ഷെയർ ഓഫ് പ്രോഫിറ്റിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അപ്പോൾ ഇവരുടെ പഴയ റേഷ്യോ ഏതായിരുന്നു? അതായത് ഓൾഡ് റേഷ്യോ ഏതായിരുന്നു? 2:1 ആയിരുന്നു. പുതിയ പാർട്ട്ണർക്ക് കൊടുക്കുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയാണ്? 1/4 ആണ്. അതായത് 4 ഭാഗമാണ് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 3 പാർട്ട്നേഴ്സും ഷെയർ ചെയ്യുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റ് റേഷ്യോ എത്രയായിരിക്കും? സാധാരണ രീതിയിൽ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പല മെത്തേഡുകളുണ്ട്. ഇവിടെ ആ മെത്തേഡുകളെ കുറിച്ച് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അത് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ പഠിക്കാം. ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് അതിൻ്റെ റേഷ്യോ ഏതായിരിക്കും ജസ്റ്റ് ഒന്ന് പറയാം. അതായത് ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ റേഷ്യോ 2:1 ആണല്ലോ. ന്യൂ പാർട്ട്ണർക്ക് കൊടുക്കുന്നത് എത്രയാണ്? 4 ഭാഗമാണ്. അതായത് റേഷ്യോ എത്രയായിരിക്കും? 2:1:1. അപ്പോൾ 4 ഭാഗമായി 2 + 1 + 1 4. അപ്പോൾ 4ൽ 2 ഭാഗം ആർക്കുള്ളതാണ്? മോഹിത്തിനുള്ളതാണ്. 4 ഭാഗം റോഹൻ, 4 ഭാഗം രാഹുൽ. അപ്പോൾ ഇത് ഈ 2:1:1 എന്ന് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ശരിയായി, ഇപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയായ രീതിയല്ല. അതിനെക്കുറിച്ച് അടുത്ത ചാപ്റ്ററിൽ പഠിക്കാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. 4 ഭാഗം എന്ന് പറഞ്ഞ കാരണം കൊണ്ട് നമ്മളെങ്ങനെ എടുത്തു? 2:1:1 എന്നെടുത്തു. ഇനി ഇപ്പോൾ രാഹുലിന് കൊടുക്കുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയാണ്? 1/4 ആണ്. അതോടൊപ്പം ആൾക്ക് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. എന്താ ഗ്യാരണ്ടി കൊടുക്കുന്നത്? ഹിസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഷാൾ ബി അറ്റ്ലീസ്റ്റ് ₹50,000. അതായത് 4 ഭാഗം ഷെയർ ഓഫ് പ്രോഫിറ്റ് കൊടുക്കുമെങ്കിലും ഈ ബിസിനസ് നഷ്ടത്തിലാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് പ്രോഫിറ്റ് കിട്ടില്ല. അപ്പോൾ അത് ആ ഒരു റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി രാഹുലിനോട് ഇവർ പറയുന്ന ഗ്യാരണ്ടി എന്താണ്?
ഈ ബിസിനസ് നഷ്ടത്തിലാണ് പോകുന്നതെങ്കിൽ മിനിമം അവരെത്ര കൊടുത്തിരിക്കും? 50,000 കൊടുത്തിരിക്കും. ഹൈ പ്രോഫിറ്റ് ആണെങ്കിലോ അത് അവർ നേരത്തെ പറഞ്ഞ റേഷ്യോ അനുസരിച്ച് 1/4 കിട്ടിയിരിക്കും. അപ്പോൾ പ്രോഫിറ്റ് വളരെ കുറവാവുകയോ അല്ലെങ്കിൽ നഷ്ടത്തിലാണോ പോകുന്നതെങ്കിൽ രാഹുലിന് അവരെത്ര രൂപ പ്രോഫിറ്റ് കൊടുത്തിരിക്കണം? മിനിമം എത്ര കൊടുത്തിരിക്കണം? 50,000 കൊടുത്തിരിക്കണം. അപ്പോൾ നമ്മളിവിടെ 2 കാര്യമാണ് പഠിച്ചിരിക്കുന്നത്. ഒന്ന്, പുതിയ പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്തു. ആരാണ് പുതിയ പാർട്ട്ണർ? രാഹുലാണ്. അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയാണ്? 1/4 ആണ്. അതോടൊപ്പം അവർക്ക് ഗ്യാരണ്ടി കൊടുത്തിരിക്കുന്നത് എന്താണ്? ഏതെങ്കിലും കാരണവശാൽ ബിസിനസ് നഷ്ടത്തിലാണെങ്കിൽ മിനിമം അവർക്ക് എത്ര കൊടുത്തിരിക്കും? 50,000 കിട്ടിയിരിക്കും. അപ്പോൾ അങ്ങനെ ഗ്യാരണ്ടി കൊടുത്തു കഴിഞ്ഞാൽ രാഹുലിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? രാഹുലിന് മിനിമം എത്രയെങ്കിലും കിട്ടിയിരിക്കും. എത്ര നഷ്ടത്തിലായാലും എത്ര വലിയ റിസ്ക് ആയാലും മിനിമം എത്ര കിട്ടിയിരിക്കും? 50,000 കിട്ടിയിരിക്കും. ഇനി അടുത്തത് നോക്കാം. The net profit of the firm for the year ended 31st March 2006 was rupees 1,60,000. അങ്ങനെ പുതിയ പാർട്ട്ണറെ വെച്ചുകൊണ്ട് അവർ ബിസിനസ് തുടങ്ങി. 1 വർഷം കഴിഞ്ഞപ്പോൾ അവരവരുടെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്? 1,60,000 ആണ്. ഇനി ഇവിടെ നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്? പാർട്ട്നേഴ്സുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള നെറ്റ് പ്രോഫിറ്റ്, അതായത് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ അഡ്ജസ്റ്റ്മെൻറ്റ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുക. അത് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓരോ പാർട്ട്നേഴ്സിനും ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ട ഷെയർ ഓഫ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലേക്ക് ചെയ്ത പോലെ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. അതിൽ വ്യത്യാസമുള്ളത് ചെയ്തു വരുമ്പോൾ പറഞ്ഞു തരാം. അപ്പോൾ നമുക്കറിയാം പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ആദ്യം എഴുതേണ്ടത് ഏതായിരിക്കണം? നെറ്റ് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെൻ്റ് ആയിരിക്കണം. ഡെബിറ്റ് സൈഡിൽ ഏതൊക്കെ എഴുതും? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാർട്ട്നേഴ്സ് സാലറി, പാർട്ട്നേഴ്സ് കമ്മീഷൻ. ക്രെഡിറ്റ് സൈഡിലെ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അതിനുശേഷം നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ അഡ്ജസ്റ്റ്മെൻറ്റ് കണ്ടുപിടിക്കുന്നു, ഷെയർ ഓഫ് പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്നു. അത് തന്നെയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കാം. അപ്പോൾ നമ്മളിവിടെ സാധാരണ വരയ്ക്കുന്നത് പോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരച്ചു. ആദ്യം എഴുതേണ്ടത് ഏതായിരിക്കണം? നെറ്റ് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെൻ്റ് ആയിരിക്കണം. ഈ പ്രോബ്ലത്തിൽ തന്നിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെൻറ്റ് എത്രയാണ്? 1,60,000 ആണ്. ഇത് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്യണം. ഏതൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരാം? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാർട്ട്നേഴ്സ് സാലറി, പാർട്ട്നേഴ്സ് കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഈ ഒരു പ്രോബ്ലത്തിൽ ഈ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഒന്നും തന്നെ എൻ്റർ ചെയ്യേണ്ടതില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെയാണ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ നെറ്റ് പ്രോഫിറ്റിന് എന്ത് ചെയ്യാം? പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം പുതിയ പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്തതിന് ശേഷമുള്ള അപ്രോപ്രിയേഷൻ അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ നെറ്റ് പ്രോഫിറ്റ് ആർക്കൊക്കെ ഡിവൈഡ് ചെയ്യണം? ഈ 3 പാർട്ട്നേഴ്സിനും ഡിവൈഡ് ചെയ്തിരിക്കണം. ഡിവൈഡ് ചെയ്യേണ്ട റേഷ്യോ ഏതാണ്? 2:1:1. ഡിവൈഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? പുതിയ പാർട്ട്ണർക്ക് ആൾക്ക് എഗ്രി ചെയ്തിരിക്കുന്ന, ഗ്യാരണ്ടി കൊടുത്തിരിക്കുന്ന ആ മിനിമം എമൗണ്ട് കിട്ടിയോ ഇല്ല എന്നുള്ളത് നോക്കിയിരിക്കണം. ആ മിനിമം എമൗണ്ട് ഇല്ല എങ്കിൽ അത് ഓൾഡ് പാർട്ട്നേഴ്സ് കൊടുത്തിരിക്കണം. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഈ റേഷ്യോ അനുസരിച്ചുകൊണ്ട്, റേഷ്യോ എന്ന് പറയുന്നത് ഏതാണ്? 2:1:1. ആ റേഷ്യോ അനുസരിച്ച് ഓരോരുത്തരുടെയും ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയാണെന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇനി പറയുന്ന എല്ലാ കാര്യങ്ങളും വർക്കിംഗ് നോട്ടിലാണ് എഴുതേണ്ടത്. ലാസ്റ്റാണ് ഈ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്തത് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ എഴുതാമോ. അപ്പോൾ നമുക്ക് വർക്കിംഗ് നോട്ട് എഴുതി കൊടുക്കാം. വർക്കിംഗ് നോട്ടിൽ ആദ്യം എഴുതേണ്ടത് ഏതായിരിക്കണം? ദ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആഫ്റ്റർ അഡ്മിഷൻ ഓഫ് രാഹുൽ എത്രയാണ്? 2:1:1. ഇനി ഈ റേഷ്യോ അനുസരിച്ച് ഓരോരുത്തരുടെയും ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയാണെന്ന് നോക്കി നോക്കാം. അതിന് നമ്മൾ എന്താ പറയുക? ആക്ച്വൽ ഷെയർ ഓഫ് ഈച്ച് പാർട്ട്ണർ. അതായത് മോഹിത്തിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയാണെന്ന് നോക്കാം.
1,60,000 ഇൻറ്റു 2/4. അപ്പോൾ എത്രയാണ്? 80,000. റോഹൻ 1,60,000 ഇൻറ്റു 1/4, 40,000. രാഹുലിനെ നമുക്കിവിടെ എന്ത് വിളിക്കാം? ന്യൂ പാർട്ട്ണർ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഗ്യാരണ്ടീഡ് പാർട്ട്ണർ എന്ന് വിളിക്കാം. കാരണം മിനിമം എമൗണ്ട് ഗ്യാരണ്ടി കൊടുത്തിരിക്കുന്നത് ആർക്കാണ്? രാഹുലിനാണ്. അതുകൊണ്ടാണ് അതിന് ഗ്യാരണ്ടീഡ് പാർട്ട്ണർ എന്ന് പറയുന്നത്. അപ്പോൾ ആളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയാണ്? 1,60,000 ഇൻറ്റു 1/4, 40,000. ഇതാണ് അവരുടെ റേഷ്യോ അനുസരിച്ച് ഓരോരുത്തർക്കും കിട്ടേണ്ട പ്രോഫിറ്റ് എന്ന് പറയുന്നത്. എത്രയാണ്? മോഹിത്തിന് 80,000, റോഹന് 40,000, രാഹുൽ 40,000. പക്ഷേ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? രാഹുലിന് ഗ്യാരണ്ടി കൊടുത്തിരിക്കുന്ന ആ മിനിമം എമൗണ്ട് കിട്ടിയോ ഇല്ലേ എന്നുള്ളത് നോക്കണം. എത്രയാണ് രാഹുലിന് കൊടുത്തിരിക്കുന്ന ഗ്യാരണ്ടീഡ് എമൗണ്ട് എന്ന് പറയുന്നത്? 50,000 ആണ്. അതായത് ഹിയർ രാഹുൽ ഹാസ് ബീൻ ഗിവൺ എ ഗ്യാരണ്ടി മിനിമം ഓഫ് ₹50,000 ആസ് ഹിസ് ഷെയർ ഓഫ് പ്രോഫിറ്റ്. അതായത് റേഷ്യോ അനുസരിച്ച് കിട്ടിയിരിക്കുന്നത് 40,000 ആണ്. പക്ഷേ ഗ്യാരണ്ടി കൊടുത്ത സ്ഥിതിക്ക് ആൾക്ക് മിനിമം എത്രയെങ്കിലും കിട്ടിയിരിക്കണം? 50,000 എങ്കിലും കിട്ടിയിരിക്കണം. അപ്പോൾ ഇവിടെ എത്ര രൂപയുടെ കുറവാണ് വരുന്നത്? 10,000. അതായത് ഗ്യാരണ്ടീഡ് എമൗണ്ട് 50,000 ആണ്, ആക്ച്വൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് 40,000 ആണ്. അപ്പോൾ മിനിമം ഗ്യാരണ്ടീഡ് പ്രോഫിറ്റിലേക്ക് എത്താൻ എത്ര രൂപയും കൂടി വേണം? 10,000 വേണം. അതായത് ദാറ്റ് ഈസ് ആക്ച്വൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് ₹40,000 ഈസ് ലെസ് ദാൻ ഗ്യാരണ്ടീഡ് എമൗണ്ട്. സോ ദ ഡെഫിഷ്യൻസി ഓഫ് ₹10,000. ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ? ആ കുറവ് എത്രയാണ്? 10,000. 10,000 എങ്ങനെ കിട്ടിയത്? 50,000 മൈനസ് 40,000. ആ 10,000 ആരാണ് സഫർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആരാണ് കൊടുക്കേണ്ടത്? ബോൺ ബൈ മോഹിത് ആൻഡ് റോഹൻ. ഇനി അത് ഏത് റേഷ്യോയിൽ കൊടുക്കും എന്നുള്ളതാണ്. രണ്ടുപേരും എങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ്. ഇവിടെ ഈ പ്രോബ്ലത്തിൽ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഓൾഡ് റേഷ്യോയിലായിരിക്കണം അവർ ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓൾഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? രാഹുലിനെ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള റേഷ്യോ ആണ്. ഏതാണ് രാഹുലിനെ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള റേഷ്യോ? 2:1. അപ്പോൾ ഓരോരുത്തരും എത്രയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിക്കാം? മോഹിത് ഷെയർ ഇൻ ഡെഫിഷ്യൻസി. എത്രയാണ് ഡെഫിഷ്യൻസി വന്നിരിക്കുന്നത്? 10,000 ആണ്. അപ്പോൾ ഈ 10,000ൽ മോഹിത്ത് കൊടുക്കേണ്ടത് എത്രയായിരിക്കണം? 10,000 ഇൻറ്റു 2/3, ദാറ്റ് ഈസ് ഈക്വൽ ടു 6,667. ഇനി റോഹൻ കൊടുക്കേണ്ടത് എത്രയാണ്? റോഹൻ ഷെയർ ഇൻ ഡെഫിഷ്യൻസി ₹10,000 ഇൻറ്റു 1/3, ₹3,333. അതായത് രാഹുലിന് ഗ്യാരണ്ടി ചെയ്തിരിക്കുന്ന മിനിമം പ്രോഫിറ്റ് എത്രയായിരുന്നു? 50,000 ആയിരുന്നു. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വന്നപ്പോൾ ആളുടെ ആക്ച്വൽ ഷെയർ 50,000-നേക്കാളും കുറവായിരുന്നു. എത്രയാണ് കുറവ് വന്നിരുന്നത്? 10,000. അതിന് നമ്മൾ ഡെഫിഷ്യൻസി എന്നാണ് വിളിക്കുക. ആ കുറവ് നികത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇനി അവരതെങ്ങനെയാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്? ഓരോരുത്തരും എത്ര കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള അവരുടെ റേഷ്യോയിലായിരിക്കണം. ആ റേഷ്യോനെ എന്താ വിളിക്കുക? ഓൾഡ് റേഷ്യോ. എത്രയാണ് ഓൾഡ് റേഷ്യോ? 2:1. അപ്പോൾ 2:1 അനുസരിച്ച് ഓരോരുത്തരും കൊടുക്കേണ്ട എമൗണ്ട് എത്രയാണ്? മോഹിത്ത് കൊടുക്കേണ്ടത് 6,667, റോഹൻ കൊടുക്കേണ്ടത് 3,333. അപ്പോൾ രണ്ടുപേരും ഇത്രയും എമൗണ്ട് വെച്ച് കൊടുത്തപ്പോൾ രാഹുലിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയായിട്ട് മാറും? ഏതിനോട് ഈക്വലായിട്ട് വരും? മിനിമം ഗ്യാരണ്ടീഡ് എമൗണ്ടിനോട് ഈക്വലായിട്ട് വരും. അതായത് രാഹുൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് 40,000. അതായത് റേഷ്യോ അനുസരിച്ച് കിട്ടിയത് 40,000 പ്ലസ് 6,667 പ്ലസ് 3,333, ദാറ്റ് ഈസ് ഈക്വൽ ടു 50,000. ഇനി മോഹിത്തും റോഹനും കൂടിയിട്ടാണ് ഈ എമൗണ്ട് കൊടുത്തതെന്നതും പറഞ്ഞു. അവരെവിടെ നിന്നായിരിക്കും എടുത്തു കൊടുക്കുക? അവർക്ക് കിട്ടിയിരിക്കുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റിൽ നിന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ കൊടുക്കുന്നതിന് മുമ്പ് അവരുടെ മോഹിത്തിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിച്ചിരുന്നത്? 80,000. അതായത് 1,60,000 ഇൻറ്റു 2/4 എത്ര കിട്ടിയത്? 80,000. അതിൽ നിന്നാണ് ഈ ഡെഫിഷ്യൻസി കൊടുക്കേണ്ടത്. എത്ര ഡെഫിഷ്യൻസി? മോഹിത്ത് കൊടുക്കേണ്ട എമൗണ്ട് ഓഫ് ഡെഫിഷ്യൻസി എത്രയാണ്? 6,667. അപ്പോൾ ആ ഡെഫിഷ്യൻസി കൊടുത്തതിന് ശേഷം
മോഹിത്തിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയായിട്ട് മാറി? 80,000 മൈനസ് 6,667 ഇസ് ഈക്വൽ ടു 73,333. ഇതേപോലെ തന്നെ റോഹൻ്റെ റേഷ്യോ അനുസരിച്ച് അതായത് 1,60,000 ഇൻറ്റു 1/4 എത്രയായിരുന്നു? 40,000 ആയിരുന്നു. അതിൽ നിന്നാണ് രാഹുലിന് കൊടുക്കേണ്ട എമൗണ്ട് ഓഫ് ഡെഫിഷ്യൻസി കൊടുക്കുന്നത്. എത്രയാണ് ഡെഫിഷ്യൻസി? 3,333. അതായത് റോഹിത്തിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയാണ്? ഡെഫിഷ്യൻസി കൊടുത്തതിന് ശേഷം ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയാണ്? 40,000 മൈനസ് 3,333. ദാറ്റ് ഈസ് ഈക്വൽ ടു 36,667. അപ്പോൾ ഇവിടെ നമ്മൾ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കണ്ടീഷൻ എന്തായിരിക്കണം? ന്യൂ പാർട്ട്ണർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന മിനിമം ഗ്യാരണ്ടീഡ് എമൗണ്ട് കിട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കിയിരിക്കണം. മിനിമം ഗ്യാരണ്ടി എമൗണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ എത്ര രൂപയാണോ കുറവ് വരുന്നത് അത് ഓൾഡ് പാർട്ട്നേഴ്സ് കൊടുത്തിരിക്കണം. അത് ആരാണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെ എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഓൾഡ് പാർട്ട്നേഴ്സ് അവരുടെ ഓൾഡ് റേഷ്യോയിലായിരിക്കണം ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും? ആ ന്യൂ പാർട്ട്ണർക്ക് കൊടുക്കേണ്ട ഡെഫിഷ്യൻസി എമൗണ്ട് ഉണ്ട്, അത് കൊടുത്തതിന് ശേഷമുള്ള എമൗണ്ട് ആയിരിക്കും ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ ഗ്യാരണ്ടീഡ് എമൗണ്ട് എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ടോ ഇല്ലയെന്ന് നോക്കിയിട്ട് വേണം പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യാൻ. അപ്പോൾ നമുക്കിനി അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഓരോരുത്തരുടെയും ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയാണെന്നുള്ളത് എഴുതാം. എത്രയാണ് ഇവിടെ? നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. മോഹിത് 73,333, റോഹൻ 36,667, രാഹുൽ 50,000. ടോട്ടൽ എത്രയാണ്? 1,60,000. ഇങ്ങനെയാണ് ഗ്യാരണ്ടീഡ് പ്രോഫിറ്റ് ഉള്ള സിറ്റുവേഷനിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ ഈ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ കാൽക്കുലേഷൻ എല്ലാം നമ്മളെവിടെ കാണിച്ചിരിക്കണം? വർക്കിംഗ് നോട്ടിൽ നിർബന്ധമായും എഴുതിയിരിക്കണം. അപ്പോൾ ഈ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾ ആവർത്തിച്ച് കേൾക്കാം. ഇനി തുടർന്നുള്ള പ്രോബ്ലം കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്കത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവും.